അട്ടപ്പാടി അനർട്ട് സൗരോർജ്ജ പദ്ധതിയിൽ അഴിമതിയെന്ന ആരോപണം 6.35 കോടി രൂപ ചിലവാക്കി നടപ്പാക്കിയ പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായി എന്നും വനവാസികൾക്ക് പണിക്കൂലി എന്ന പേരിൽ ചിലവഴിച്ച 90 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ പോലും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. അട്ടപ്പാടിയിലെ ഗലസി, താഴെത്തുടുക്കി, മേലെത്തുടുക്കി, ഊരടം എന്നീ വനവാസി ഊരുകളിലേക്കടക്കം സർക്കാർ 6.35 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ അനർട്ട് സൗരോർജ്ജ പദ്ധതിയിലാണ് വൻ അഴിമതി നടന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഓരോ വീടിനും 7 ലക്ഷം രൂപ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഇതുവരെ കൃത്യമായി വൈദ്യുതി ലഭിച്ചിട്ടില്ലെന്നും മിക്ക സമയത്തും കേടുപാടുകളാണെന്നുമാണ് വനവാസി ജനങ്ങൾ പറയുന്നത്. സാധാരണ പറഞ്ഞ ഒരു ഉപകാരമില്ല. രാത്രിയിലൊക്കെ വെളിച്ചം കിട്ടുന്നുണ്ടോ? ഒറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ദിവസം കിട്ട് പിറ്റേ ദിവസം ഓഫാവും. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം ഇല്ല, അതിനുള്ള ഗുണമില്ല. ഇത് വെച്ച് തന്നപ്പോ ഇത് ഫുള്ള് എല്ലാ ദിവസവും കറണ്ട് കിട്ടും നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇപ്പൊ ഇല്ല, നല്ല കറണ്ട് പറമ്പുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ട് സാർ. ഇത് ഭയങ്കര കംപ്ലൈന്റും ഇത് കൃത്യമായുള്ള വർക്ക് ചെയ്തിട്ടില്ല. ഇത് വേറൊരു കംപ്ലൈന്റ് തന്നെ. എന്താ പ്രശ്നം? അവർ ശരിയായിട്ടുള്ള പണി ചെയ്തിട്ടില്ല. ഇത് വെറും കംപ്ലൈന്റ്, ഒരു ഒപ്പിക്കൽ പണി മാത്രമേ ഉള്ളൂ. ഒരു കൃത്യമായുള്ള പണി ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ. ഒരു കമ്പി കാഴ്ച മാത്രം ഇങ്ങനെ വലിയ 7 ലക്ഷം ഒരു വീടിനെ അനുവദിച്ചെന്ന് പറഞ്ഞു. ഒന്നും ഇതിൽ അതിനായിട്ട് പണിയൊന്നും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അതായത് ഒരു വീടിന് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 7 ലക്ഷം രൂപ മുടക്കിയെന്നാണ് അവർ പറയുന്നത്. 7 ലക്ഷം മുടക്കിയിട്ടും നമുക്ക് ഇത് പ്രയോജനമില്ല. ഒന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു പണി ചെയ്തിട്ടില്ല. പദ്ധതിയുടെ കരാറിൽ ഉൾപ്പെടെ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. ദർഗാസിൽ പങ്കെടുത്ത ഏക കമ്പനിക്ക് രേഖപ്പെടുത്തിയ തുകയ്ക്ക് തന്നെയാണ് കരാർ നൽകിയത്. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ വീടും ദർഗാസ് വിളിക്കണമെന്ന നിയമം പാലിച്ചില്ല. 3.48 കോടി രൂപയുടെ കരാറിൽ 1.56 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് ആരോപണം. ഇതിവിടെ കാട്ടിനകത്ത് ആദിവാസി ഊരിലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്ര വലിയൊരു അഴിമതി ഈ പദ്ധതിയുടെ നടത്തിയിരിക്കുന്നത്. ഇത് വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിന്റെ പേരിൽ നടത്തേണ്ടതാണ്. BIS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കമ്പനി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിൻഡ് ജനറേറ്ററാണ് സ്ഥാപിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ വിഷയത്തിൽ ഉന്നത അന്വേഷണം നടത്തണമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. ജനം, പാലക്കാട്.